കേവലം ക്ലാസ് മുറികളിലും അതുപോലെ തന്നെ പുസ്തകജ്ഞാനത്തിലുള്ളതായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ന് നിലവിലുള്ളത്. എന്നാൽ യേശുവിന്റെ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെ ആയിരുന്നില്ല. 6 വയസ്സുള്ള കാലഘട്ടങ്ങളിൽ മാതാപിതാക്കന്മാരായിരുന്നു ഈ കുഞ്ഞുങ്ങളെ വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത്. അതിന് കാരണം ഇതാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം, അത് നിന്റെ മക്കളെ ഉത്സാഹത്തോടെ അഭ്യസിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിയമങ്ങളും അതുപോലെ ശീലങ്ങളും ധാർമ്മികതയും പ്രാർത്ഥനയും തിരുവെഴുത്തുകളൊക്കെ തന്നെ മാതാപിതാക്കന്മാർ 6 വയസ്സിനുള്ളിൽ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കും. ഇനി 6 വയസ്സ് മുതൽ 12 വയസ്സുള്ള കാലഘട്ടങ്ങളിൽ സിനഗോഗുകളിൽ റബ്ബിമാരോടുകൂടെ താമസിച്ചുകൊണ്ടുള്ളതായ പഠനകാലമാണ്. ആ സമയത്ത് പഠിപ്പിക്കുന്നത് ന്യായപ്രമാണം പഠിപ്പിക്കും, സങ്കീർത്തനം പഠിപ്പിക്കും, പ്രവാചക പുസ്തകങ്ങൾ പഠിപ്പിക്കും, ജീവിതശൈലി പഠിപ്പിക്കും. എന്നാൽ ഈ പാഠ്യവിഷയങ്ങൾക്കെല്ലാം അപ്പുറമായിട്ട് ഒരു തൊഴിലും അവരെ അഭ്യസിപ്പിച്ചിരിക്കും. അത് നിർബന്ധമായിരുന്നു. നിങ്ങൾക്കറിയാമോ, അതായത് യേശുവിന്റെ കാലത്തെ പഠനം എന്ന് പറഞ്ഞാൽ അത് ജീവിതശീലമായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുപോലെ പഠനത്തോടൊപ്പം വിനയവും ദൈവഭയവും ഉണ്ടെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം അത് യഥാർത്ഥ വിദ്യാഭ്യാസമായി തീരുകയുള്ളൂ. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.